നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാസവളം വില കുതിക്കുന്നു, കർഷകർ ആശങ്കയിൽ. കാലവർഷത്തിന് മുന്നോടിയായി ലഭിച്ച മഴയിൽ കാർഷിക മേഖല ഉണർന്നതോടെ രാസവളം സംഘടിപ്പിക്കാൻ കർഷകർ പാടുപെടുന്നു. കേന്ദ്ര സർക്കാർ രാസവള കമ്പനികൾക്ക് നൽകുന്ന സബ്സിഡി തുകയിൽ വൻ കുറവ് വരുത്തിയതും വളം നിർമ്മാണത്തിനാവശ്യമായ ഫോസ്ഫോറിക് ആസിഡ്, അമോണിയ തുടങ്ങിയവയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും വില വർധനയ്ക്ക് കാരണമായി. പശ്ചിമേഷ്യൻ സംഘർഷം ചരക്ക് ഗതാഗതത്തെ ബാധിച്ചതും തിരിച്ചടിയായി. വില വർധനവ് നെല്ല്, തെങ്ങ്, റബ്ബർ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആവശ്യമായ വളം ലഭിക്കണമെങ്കിൽ മറ്റ് വളങ്ങൾ വാങ്ങണമെന്ന നിബന്ധനയും കർഷകർക്ക് പൊല്ലാപ്പായി. കേന്ദ്രം സബ്സിഡി വെട്ടിക്കുറച്ചതോടെ 3 വർഷത്തിനിടെ മിക്ക രാസവളങ്ങളുടെയും വില ഇരട്ടിയായി. ചാക്കിന് 250 രൂപയോളം വർദ്ധിച്ച് 1800 രൂപ മുതൽ 1975 രൂപ വരെയായി ഉയർന്നു. മിക്ക മിശ്രിത വളങ്ങളുടെയും പ്രധാന ഘടകം പൊട്ടാഷ് ആയതിനാൽ ഇവയുടെയും വില കൂടി. നെൽകർഷകരുടെ പ്രധാന ആശ്രയമായ ഡൈ അമോണിയം ഫോസ്ഫേറ്റിൻ്റെ വിലയും വർദ്ധിച്ചു. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, NPK മിശ്രിത വളം, രാജ് ഫോസ്, ഫാക്ടം ഫോസ് 16-16-16 എന്നിവയുടെ വിലയും കൂടി. 2021 ഇരട്ടി വിലയാണ് പൊട്ടാഷിന്. യൂറിയയ്ക്ക് മാത്രമേ നിലവിൽ വില നിയന്ത്രണമുള്ളൂ. യൂറിയ വില മാറ്റമില്ലാതെ 265 രൂപയിൽ തുടരുന്നുണ്ടെങ്കിലും വിപണിയിൽ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് വളങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. 2023-24 ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾക്ക് 65,199 കോടി രൂപ സബ്സിഡി നൽകിയിരുന്നു. രാസവളങ്ങളുടെ വില കൂടിയത് റബ്ബർ കർഷകർക്ക് റബ്ബർ വില കൂടിയതിൻ്റെ നേട്ടം കുറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പം വളമിടേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ വളമിടുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.